സീക്രട്ട് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോൺ ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സീക്രട്ട്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുവാനായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ഭാരത ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവും സീറോ മലബാർ സഭയുടെ മാധ്യമ കമ്മീഷൻ ചെയർമാനുമായ അഭിവന്ദ്യമാർ ജോസഫ് പാമ്പ്ളാനി പിതാവാണ്. പിതാവിന് ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കാനും തങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുവാനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ചെമ്പേരി ഫൊറോനയിലെ പൂപ്പറമ്പ് അൽഫോൻസോ മരിയോ ഫുസ്കോ ഇടവകയിലെ മതാധ്യാപകരാണ്. അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം. ഇന്നത്തെ സീക്രട്ട് ക്ലാസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ മതാധ്യാപകരെയും പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മതാധ്യാപകരായ നിങ്ങൾ പൂപ്പറമ്പ് ഇടവകക്കാരാണ് അല്ലേ? അച്ഛൻ നിങ്ങളുടെ ഇടവകയുടെ പേര് പറഞ്ഞപ്പോൾ ഇതുവരെയും കേൾക്കാത്ത ഒരു പേരാണ് കേട്ടത്. ഈ പുണ്യവാനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പ്രേക്ഷകർക്ക് ചിലപ്പോൾ താല്പര്യം കാണും. ഈ വിശുദ്ധനെ ഒന്ന് പരിചയപ്പെടുത്താവോ ഹെഡ് മാസ്റ്റർക്ക്? വിശുദ്ധ അൽഫോൻസോ മരിയ ഫുസ്കോ ഇറ്റലിയിലെ ആംഗ്രി എന്ന പട്ടണത്തിൽ 1839 മാർച്ച് 23 ജനിച്ചു. ഇതെല്ലാം കാണാപ്പാടം പഠിച്ചിട്ടാണ് വന്നേക്കുന്നല്ലേ? ഞാൻ വിചാരിച്ചു അതെങ്കിലും നിങ്ങൾ പറയുകയല്ല എന്ന് വിചാരിച്ചാൽ ചോദിച്ചത്. ഓക്കെ യെസ്. ഈ വിശുദ്ധൻ്റെ പേര് നിങ്ങളെടുക്കാൻ കാര്യം എന്നാ? ഈ നാട്ടിലേക്കും കേൾക്കാത്തൊരു വിശുദ്ധനെ. ആ വിശുദ്ധൻ സ്ഥാപിച്ച സിസ്റ്റേഴ്സ് ഓഫ് സെയിൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന സന്യാസ സമൂഹം പൂപ്പറമ്പ് ഏരിയയിൽ വരികയും അവിടെ ഫുസ്കോ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നുള്ള ഒരു സ്കൂൾ സ്ഥാപിക്കുകയും ഉണ്ടായി. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇപ്പോൾ എനിക്ക് മനസ്സിലായി, സഭാചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ഇടവക മഠത്തിൻ്റെ പേരിൽ ആരംഭിക്കുക അല്ലേ? വളരെ നല്ല കാര്യമാണ്. സിസ്റ്റേഴ്സിനോട് നിങ്ങൾ കാണിച്ചൊരു ആദരവായിട്ട് അതിനെ പരിഗണിക്കാവുന്നതാണ്. അൽഫോൻസോ മരിയോ ഫുസ്കോ സ്ഥാപിച്ച സഭയിലെ സിസ്റ്റേഴ്സ് നിങ്ങളുടെ ഇടയിലുണ്ട്, അതുകൊണ്ടാണ് ആ പേര് വന്നത് അല്ലേ? വെരി ഗുഡ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ വിശുദ്ധനെ കുറിച്ചല്ല. എന്തിനെക്കുറിച്ചാണെന്ന് നിങ്ങൾക്കറിയാം? കൽപ്പനകളെക്കുറിച്ച്. എന്ത് കൽപ്പനകൾ? ദൈവകൽപ്പനകളെക്കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ദൈവകൽപ്പനകളെക്കുറിച്ചാണ് ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചിരുന്നത്. മതബോധന ഗ്രന്ഥം ദൈവകൽപ്പനകളെക്കുറിച്ച് നൽകിയ ആമുഖവും 1-ാം പ്രമാണവും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. തുടർന്നുള്ള പ്രമാണങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുവാനായി ശ്രമിക്കുക. പ്രത്യേകിച്ച് 2-ാം പ്രമാണം, ദൈവ തിരുനാമം വൃഥാ ഉപയോഗിക്കരുത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ തിരുനാമം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ നാമം എന്ന് പറയുന്നതും ദൈവം എന്ന വ്യക്തിയും ഒന്നു തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് അവർ പേര് ഉച്ചരിക്കാറില്ലായിരുന്നു. യാഹ്വേ എന്ന പേര് ബൈബിളിൽ എഴുതിയ ഭാഗം വരുമ്പോൾ അവർ തലയിലുള്ള വസ്ത്രം ഒന്നുകൂടി കയറ്റിയിട്ടേച്ചിട്ട് തല കുനിച്ച് തൻ തിരുനാമം എന്ന് പറയുമായിരുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്തു എന്ന് ബൈബിളിൽ എഴുതിയത് വായിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യും? തൻ തിരുനാമം അരുളി ചെയ്തു. ദൈവമായ കർത്താവ് യാഹ്വേ എലോഹിം എന്ന് അവർ ഉച്ചരിക്കാറേ ഇല്ല. അതായത് ദൈവത്തോടുള്ള വലിയ ആദരവ് ആണ് അവിടെ പ്രകടമാകുന്നത് അല്ലേ? ആദരവ് നമ്മളും ഇങ്ങനെയൊക്കെ പ്രകടമാക്കാറുണ്ട് ഇല്ലേ? നിങ്ങളുടെ അപ്പനെ നിങ്ങൾ എങ്ങനെയാണ് വിളിക്കുന്നത്? പേര് വിളിക്കാറുണ്ടോ? എങ്ങനെ വിളിക്കുന്നേ? എന്തേലുമൊക്കെ വിളിക്കാറുണ്ട് അല്ലേ? പേര് വിളിക്കാറില്ല. അപ്പനെ കയറി തൊമ്മച്ച ഇല്ലേ? എൻ്റെ അപ്പൻ്റെ പേര് എങ്ങനെയായിരുന്നു, അങ്ങനെ ഞാൻ വിളിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പനെ കയറി ഔസേപ്പേ എന്ന് വിളിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം, ഈ പേര് വിളിക്കുക എന്ന് പറയുന്നത്, നേരിൽ പേര് വിളിക്കുക എന്ന് പറയുന്നത്, അതിനകത്ത് ഒരു ആദരവിൻ്റെ അഭാവമുണ്ട് അല്ലേ? നമ്മളെക്കാളും അപ്പനെ മാത്രമല്ല, പ്രായം കൂടി ആരെയെങ്കിലും നമ്മൾ കയറി വെറുതെ പേര് വിളിക്കുമോ? ഇല്ല.
പേര് വിളിച്ചല്ല നമ്മളെ സംബോധന ചെയ്യുക. ചേട്ടാ, ഇച്ചായ, അമ്മച്ചി എന്നൊക്കെ, ചേച്ചി എന്നൊക്കെ വിളിച്ചാണ് നമ്മൾ പറയുക. അപ്പോൾ ഈ പേരിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ബഹുമാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽ അത് കുറേ കൂടി എളുപ്പമാണ്. ഒരുപക്ഷെ പാശ്ചാത്യ സംസ്കാരത്തിൽ ഇത് മനസ്സിലാകണമെന്ന് പോലുമില്ല. കാരണം അവരവിടെ എല്ലാവരെയും കയറി പേര് വിളിക്കും, അല്ലേ? വികാരിച്ചനെയും കയറി പേര് വിളിക്കും, മെത്രാണിച്ചനെയും കയറി പേര് വിളിക്കും, അതുപോലെ അപ്പനെ കയറി പേര് വിളിക്കും, അങ്ങനെയൊക്കെ ചെയ്തെന്നിരിക്കും. അത് ആ നാടിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ കൂട്ടിയാൽ മതി. പക്ഷേ നമ്മൾ ഭാരതീയർ പേര് എന്ന് പറയുന്നത് ആദരവോടെ ഉപയോഗിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് ഈ രണ്ടാം പ്രമാണം ഇന്ത്യക്കാർക്ക് കുറേ കൂടി എളുപ്പത്തിൽ മനസ്സിലാകും. ദൈവത്തിൻ്റെ തിരുനാമം വൃഥാ ഉപയോഗിക്കരുത്. അതുകൊണ്ട് യഹൂദർ ചെയ്തിരുന്നത് പോലെ തൻ തിരുനാമം, അവിടുത്തെ മഹിമയേറിയ നാമം എന്നൊക്കെ പറഞ്ഞ് അവർ ഉപയോഗിച്ചിരുന്നു. ബൈബിൾ തന്നെ ഈ പേര് ആവർത്തിച്ച് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി മറ്റ് പല വാക്കുകളും ഉപയോഗിച്ചു. സൈന്യങ്ങളുടെ കർത്താവ്, അതല്ല എങ്കിൽ സർവശക്തനായവൻ, സകലത്തിൻ്റെയും നാഥൻ എന്നൊക്കെ പറഞ്ഞ് ഈ വിവിധ വിശേഷണങ്ങൾ ദൈവത്തിന് കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ പേര് നേരിട്ടുച്ചരിക്കാതിരിക്കാൻ വിശുദ്ധ ഗ്രന്ഥവും ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്, അല്ലേ? മത്തായി സുവിശേഷകൻ ദൈവരാജ്യം എന്ന് ഇതര സുവിശേഷങ്ങൾ പറഞ്ഞത്, മത്തായി സുവിശേഷകൻ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? സ്വർഗരാജ്യം എന്ന് പറഞ്ഞു. കാരണം ദൈവരാജ്യം എന്ന് പറയുമ്പം ദൈവത്തിൻ്റെ രാജ്യം എന്നാകും. ആ ദൈവം എന്ന പേര് ആവർത്തിച്ച് ഉച്ചരിക്കാൻ മത്തായിയുടെ യഹൂദ സമൂഹത്തിനുള്ള വൈമുഖ്യമാണ് അവിടെ കാണിക്കുക. ദൈവരാജ്യം എന്നുള്ളതിന് പകരം സ്വർഗരാജ്യം എന്ന് മത്തായി ഉപയോഗിക്കുന്നത് പോലും ആ അർത്ഥത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദൈവ തിരുനാമം ആദരവോടെ ഉപയോഗിക്കണം. ഉപയോഗിക്കാനേ പാടില്ല എന്നല്ല ബൈബിൾ പറയും. വൃഥാ ഉപയോഗിക്കരുത് എന്നാണ് കൽപ്പന, അല്ലേ? അനാവശ്യമായിട്ട് നമ്മളുടെ ഏതെങ്കിലുമൊക്കെ അസത്യത്തെ ന്യായീകരിക്കാനോ നമ്മുടെ വാക്കുകൾക്ക് കൂടുതൽ ആധികാരികത കൊടുക്കാനോ ഒക്കെ പറയരുത്. ദൈവത്തെ കൂട്ടുപിടിക്കരുത്. ഉദാഹരണമായിട്ട് ഒരുത്തൻ ഒരു കള്ളം പറയുകയാണ്. അത് മറ്റുള്ളവർ ചോദ്യം, ഇത് തട്ടിപ്പാണ്, ഇത് ശരിയാൻ ഒരു വഴിയില്ല എന്ന് പറയുമ്പോൾ അവനെന്ത് ചെയ്തു? അവൻ്റെ ഭാഗം ന്യായീകരിക്കാൻ പറഞ്ഞു, കർത്താവാണ് സത്യം, ഇത് ശരിയാന്ന് പറഞ്ഞു. അത് ശരിയാണോ? അല്ല. അതായത് സത്യസന്ധമായ ഒരു കാര്യത്തിന് വേണ്ടി ദൈവനാമം ഉച്ചരിക്കുന്നതിൽ പാപമില്ല. ഏതെങ്കിലും അസത്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി അത് ഉപയോഗിച്ചാൽ അത് പാപമായി തീരും. അതുപോലെ തന്നെ ഏത് സംഭാഷണത്തിലും ചാടിക്കയറി ദൈവത്തിൻ്റെ നാമം ഉപയോഗിച്ചുകൊണ്ട് സംഭാഷണം തുടങ്ങരുത്. മറിച്ച് അത് അത്രമേൽ അത്യാവശ്യമാകുന്ന സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ദൈവനാമം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞകൾ ചെയ്യാം. കോടതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ദൈവനാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു, ഞാൻ സത്യമേ ബോധിപ്പിക്കൂ എന്ന് പറയാം. അല്ലെങ്കിൽ പാർലമെൻറ്റിൽ MP, നിയമസഭയിൽ MLA ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. അത് നിയമലംഘനമല്ല. കാരണം എന്താണ്? അത് അപ്രകാരം പ്രത്യേകമായ ആദരവ് അർഹിക്കുന്ന ഒരു വേദിയിലാണ് ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അതുപോലെ തന്നെ അത്യാവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ചില വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ദൈവനാമം ഉച്ചരിക്കാം എന്നാണ് പ്രമാണം പറയുന്നത്. നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കൂടുതലായി പിന്നീടുള്ള ചർച്ചകളിൽ നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ നമ്മളിന്ന് കാണുന്ന മറ്റ് പ്രമാണങ്ങൾ, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, ഈ പ്രമാണങ്ങളെക്കുറിച്ചൊക്കെയും ചിന്തിക്കുമ്പോഴും നമ്മൾ തിരിച്ചറിയണം എന്താണ്? ദൈവത്തിൻ്റെ ദിവസം കർത്താവിൻ്റെ നാമം പോലെ പരിശുദ്ധമാണ്. കർത്താവിനായി നീക്കി വയ്ക്കപ്പെട്ട ദിവസം. ആ ദിവസം ദൈവത്തെ ഓർക്കാനും പ്രാർത്ഥിക്കാനും ദൈവതിരുമുമ്പിൽ ആയിരിക്കാനും വേണ്ടിയുള്ളതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഈ ഭൂമിയിലുള്ളവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അവരെ ആദരിക്കുമ്പോൾ ദൈവത്തെ ആദരിക്കുന്നു.
നമ്മളാരും തിരഞ്ഞെടുത്തതല്ല നമ്മുടെ മാതാപിതാക്കളെ. അതെയോ? ഈ അപ്പനെ കണ്ടിട്ട് കൊള്ളാമല്ലോ, നല്ല മീശയൊക്കെ ഉണ്ട്, നല്ല 6 പാക്ക് മസിലൊക്കെ ഉണ്ട്, കൊള്ളാം, ഇയാളെ അപ്പനായിട്ട് എടുത്തിരിക്കുന്നു എന്ന് നമ്മൾ തിരഞ്ഞെടുത്തതാണോ? അല്ല. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ തിരഞ്ഞെടുത്തതല്ല, ദൈവം അവരുടെ മക്കളായി നമ്മെ ജനിപ്പിക്കാൻ തിരുമനസ്സായി. ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണ്. അതുകൊണ്ട് സ്വന്തം അപ്പനെയും അമ്മയെയും കുറിച്ച് നമുക്ക് വലിയ ആദരവ് വേണം. മാതാപിതാക്കളെ ആദരവോടെ സ്നേഹിച്ച് ബഹുമാനിക്കുമ്പോൾ ഒരു വ്യക്തി തൻ്റെ ദൈവവിശ്വാസത്തിൻ്റെ ഏറ്റവും ശക്തമായ സാക്ഷ്യമാണ് നൽകുന്നത്. അത് അപ്പന് ആരോഗ്യമുള്ളപ്പോഴും കാര്യപ്രാപ്തി ഉള്ളപ്പോഴും മാത്രം ബഹുമാനിച്ചാൽ പോരാ. കട്ടിലിൽ എഴുന്നേക്കാൻ മേലാതെ കിടക്കുന്ന അമ്മച്ചിയെയും ഇതേ ആദരവോടെ ബഹുമാനിക്കണം, അല്ലേ? അമ്മായിമ്മ വയ്യാണ്ട് കിടക്കുകയാണ്, ഓ ഇനി ഇതിനെയൊക്കെ എന്തിനു നോക്കുന്നേ എന്ന മട്ടിൽ ചിന്തിക്കരുത്. ആ അമ്മയെ ദൈവത്തിൻ്റെ പ്രതിനിധിയായി കരുതി ആദരിച്ച് സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ മാതാപിതാക്കളെ അനുസരിക്കുന്നു എന്നുള്ള കൽപ്പന അർത്ഥപൂർണമാക്കുന്നത്. അതിനുള്ള വാഗ്ദാനം എന്താണ്? നല്ല കാലത്തോളം നീ ഭൂമിയിൽ ജീവിക്കും എന്നുകൂടി അതിന് അർത്ഥമുണ്ട്, അല്ലേ? യെസ്, ഈ കൽപ്പനകളെ കുറിച്ചുള്ള ചില ആമുഖ ചിന്തകൾ ഞാൻ പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ കൽപ്പനകളുടെ കൂടുതൽ ആഴങ്ങൾ പഠനവിധേയമാക്കിയിട്ടുണ്ടോ? നിങ്ങൾ ആ കൽപ്പനകളുടെ വെളിച്ചത്തിൽ, നിങ്ങൾ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചർച്ച ചെയ്യാം. ചർച്ചകളിലൂടെ ഉരുത്തിരിയുന്ന സംശയങ്ങളോ ആശയങ്ങളോ നിങ്ങൾക്ക് ഇവിടെ പൊതുവായി പങ്കുവയ്ക്കാം. അതിലൂടെ നമുക്ക് ഈ ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകാം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയത്തിന് പിതാവ് നല്ലൊരു ആമുഖ ക്ലാസ് നൽകിയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ വായിച്ചതിൻ്റെ വെളിച്ചത്തിൽ, ലഭിച്ച ക്ലാസ്സിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളിപ്പോൾ ചർച്ച നടത്തുന്നു. അതിനുശേഷം നല്ല ചോദ്യങ്ങൾ അതിന് രൂപീകരിച്ച് നമ്മൾ പിന്നെ പിതാവിനോട് ചോദിക്കുന്നതാണ്. നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കാം. നല്ല രീതിയിൽ ചർച്ച നടന്നല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ രൂപപ്പെടുത്തിയ ചോദ്യങ്ങൾ പിതാവിനോട് ചോദിക്കുകയാണ്. ഓക്കെ, ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? ഓക്കെ, ബിനോയ് സാറാണ്. ഓക്കെ, സാറിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, 2-ാം കൽപ്പന വ്യാജ പ്രതിജ്ഞയെ നിരോധിക്കുന്നുവെങ്കിൽ തൻ്റെ സത്യസന്ധതയ്ക്ക് വേണ്ടി വിശുദ്ധ ഗ്രന്ഥം തൊട്ട് സത്യം ചെയ്യുന്നത് തെറ്റാണോ? യെസ്, ബിനോയ് സാറിൻ്റെ ചോദ്യം നല്ല ചോദ്യമാണ്. പക്ഷെ അതിൻ്റെ ഉത്തരം ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട്, അല്ലേ? അതായത് വ്യാജപ്രതിജ്ഞയെ 2-ാം കൽപ്പന നിരോധിക്കുന്നു. എന്നാൽ സത്യസന്ധത വെളിപ്പെടുത്താൻ വേണ്ടി ഒരു വ്യക്തിക്ക് ബൈബിൾ തൊട്ട് സത്യം ചെയ്യാവോ എന്ന് ചോദിച്ചാൽ വ്യാജപ്രതിജ്ഞയെ മാത്രമേ 2-ാം കൽപ്പന നിരോധിക്കുന്നുള്ളൂ, അല്ലേ? ഒരു കാര്യം, സത്യസന്ധമായ ഒരു കാര്യം ചെയ്യുന്നതിന് തെളിവായി ബൈബിളെ തൊടുന്നതിൽ ഒരു തെറ്റില്ല. കാരണം എന്താണ്? അത് വ്യാജപ്രതിജ്ഞ അല്ല. ഒരു വ്യക്തി ഏതെങ്കിലും കള്ളത്തരം കാണിക്കാൻ വേണ്ടി ബൈബിളെ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു, ഞാൻ അയാളുടെ നിന്ന് മേടിച്ച 10,000 രൂപ കൊടുത്തു എന്ന് ബൈബിളെ തൊട്ട് സത്യം ചെയ്തു. യഥാർത്ഥത്തിൽ അയാൾ കൊടുത്തില്ലായിരുന്നു. അതെന്താണ്? വ്യാജപ്രതിജ്ഞയാണ്. വിശുദ്ധ ബൈബിളിനോടുള്ള ആദരവിനെ അയാൾ മറയാക്കിക്കൊണ്ട് ആ വ്യാജപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അതാണ് ബൈബിളിലെ തൊട്ട് സത്യം ചെയ്യുക. അല്ലെങ്കിൽ കർത്താവാണ് സത്യം, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞാൻ അയാൾക്ക് 10,000 രൂപ തിരിച്ചു കൊടുത്തായിരുന്നു. യഥാർത്ഥത്തിൽ കൊടുത്തിട്ടില്ലായിരുന്നു, ഇല്ല. അങ്ങനത്തെ വിശ്വാസവഞ്ചന, വ്യാജപ്രതിജ്ഞ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നതാണ് വിശ്വാസവഞ്ചന. മലയാളത്തിലെ വാക്ക് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. വിശ്വാസവഞ്ചനയാണത്. എന്താണ്? നമ്മുടെ സത്യവിശ്വാസത്തെ വഞ്ചിച്ചു, അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിനെയാണ് 2-ാം പ്രമാണം ലംഘിക്കുന്നത് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കും. വ്യക്തമായല്ലോ അല്ലേ? ഓക്കെ, ശരി. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, സ്മിത ടീച്ചറാണ്. ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. ദൈവത്തെ വിളിക്കുന്നതിൽ നാം കാണിക്കുന്ന മിതത്വം അവിടുത്തെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ബഹുമാനക്കുറവായി പരിഗണിക്കപ്പെടുമോ? യെസ്, സ്മിത ടീച്ചർ വളരെ സങ്കീർണമായ ചോദ്യമാണ് ചോദിച്ചത്, അല്ലേ? ദൈവത്തെ വിളിക്കുന്നതിലുള്ള നമ്മുടെ മിതത്വം
അവിടുത്തെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ബഹുമാനക്കുറവായി പരിഗണിക്കുമോ? ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ചോദ്യം ചോദിക്കാൻ ടീച്ചർക്കേ കഴിയൂ. അതായത് ടീച്ചർ ഉദ്ദേശിക്കുന്ന ദൈവത്തിൻ്റെ പേര് നമ്മൾ ഈ കൽപ്പനയുടെ പേര് മിണ്ടാണ്ടിരുന്നാൽ ദൈവത്തോടുള്ള അനാദരവായി തീരുവോ? ഇതാണ് അല്ലേ? ശരിയാണ്. നമ്മൾ ഈ കൽപ്പന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളാരും ദൈവത്തെക്കുറിച്ച് ഇപ്പോൾ പറയാറേ ഇല്ല. അതാണൊരു പ്രശ്നം. ദൈവം എന്ന ആ ഒരു ചിന്തയോ ദൈവം എന്ന പേരോ തമ്പുരാനെ വിളിക്കുന്നതോ ഇന്ന് കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളത് ടീച്ചർ പറഞ്ഞതിലൊരു സത്യമാണ്. അത് ഈ കൽപ്പന കൊണ്ടല്ല നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നത്, മറിച്ച് ദൈവസ്നേഹം നമ്മളിൽ കുറയുന്നത് കൊണ്ട്, ദൈവവിചാരം നമ്മളിൽ കുറയുന്നത് കൊണ്ട്, വിശ്വാസം നമ്മളിൽ ആഴമില്ലാത്തതായതുകൊണ്ടാണ് പലപ്പോഴും ദൈവത്തെ വിളിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് എന്നുള്ളത് സത്യമാണ്. മത്തായിയുടെ സുവിശേഷം 7:21 അവിടുന്ന് പറയുന്നുണ്ട്, ഈശോ പറയുന്നതാണ്, എന്താണ്? കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവനല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പോൾ ദൈവത്തെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണമെന്ന് ദൈവം നിർബന്ധം പിടിക്കുന്നില്ല. വിളിച്ചാലും വിളിച്ചില്ലേലും നമ്മളെക്കുറിച്ച് ഈശോയുടെ ആഗ്രഹം എന്താണ്? പരമപിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരായി നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത്. പലപ്പോഴും ഇത് രണ്ടും ഇല്ലാതാകുന്നു. നമ്മൾ ദൈവത്തെ വിളിക്കുന്നുമില്ല, ദൈവഹിതം നിറവേറ്റുന്നുമില്ല എന്നുള്ള ഒരു ഗതികേടിൽ നാം എത്തിപ്പെടുകയാണ്. പോസ്റ്റ് മോഡേണിറ്റിയെക്കുറിച്ച് പറയുന്ന ഒരു ചിന്ത ഇതാണ്, സ്പിരിച്വാലിറ്റി വിത്തൗട്ട് ഗോഡ് എന്നാണ്. ദൈവത്തെ കൂടാതെയുള്ള ഒരു ആധ്യാത്മികത. അതാ ഇന്നത്തെ കാലത്ത് മനുഷ്യർ പരിശീലിക്കുന്നതാണ്. അതായത് എന്തിനീ ദൈവമൊക്കെ വിളിക്കുന്നത്? പള്ളി എന്തിനാണ്? മതം എന്നാത്തിനാണ്? വിശ്വാസം എന്നാത്തിനാണ്? നല്ല കാര്യമൊക്കെ ചെയ്ത് ജീവിക്കുക അല്ലേ? അടുത്തുള്ള മനുഷ്യനെ ഉപദ്രവമൊന്നും ചെയ്യാതെ ജീവിക്കുക, പറ്റുന്ന ഉപകാരമൊക്കെ ചെയ്യുക, ഒരുത്തന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഒന്ന് സഹായിച്ചു കൊടുത്തേക്കുക, അത്രയൊക്കെ മതി. ഈ ദൈവവും സ്വർഗവും ഒന്നും പറയേണ്ട കാര്യമില്ല. അതുണ്ടേൽ തന്നെ ഇല്ലേൽ തന്നെ നമ്മുടെ വിഷയമല്ല, നമ്മൾ നേരെ ഇവ ജീവിച്ചു വെച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഈ ഉത്തരാധുനികതയിൽ പ്രബലമാണ് എന്നതും കൂടി നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് പറയുന്നതിന് കാര്യമായ പ്രസക്തി ഒന്നുമില്ല. ഇന്ന് ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഒരു അപരിഷ്കൃത സമൂഹത്തിൻ്റെ ലക്ഷണമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. വലിയ വിവരമൊന്നും ഇല്ലാത്തവരുടെ വർത്തമാനത്തിലേ ദൈവം വരുന്നുള്ളൂ, ബുദ്ധിയും ബോധമുള്ളവരൊന്നും ദൈവത്തെക്കുറിച്ച് അധികം പറയാൻ പാടില്ല എന്നൊക്കെയുള്ള ചിന്താഗതികൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ശക്തമായി വരുമ്പോൾ സ്മിത ടീച്ചർ ചോദിച്ച ഈ ചോദ്യം പ്രസക്തമാകുന്നുണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ നാമം നമ്മൾ ഉച്ചരിക്കാതിരിക്കുന്നത് ദൈവത്തോടുള്ള അനാദരവ് കൊണ്ടാകുന്ന സാഹചര്യം ഇല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് വസ്തുതാപരം. വ്യക്തമായല്ലോ അല്ലേ? ഇനി അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ടിജോ സാറാണ്. സാറിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. സത്യം, അത്യാവശ്യം, ബഹുമാനം എന്നീ 3 കാര്യങ്ങൾ ഒത്തിണങ്ങിയാലേ ദൈവത്തെയോ ഏതെങ്കിലും സൃഷ്ടിയുടെ പേരിലോ സത്യം ചെയ്യാവൂ എന്ന് മതബോധന ഗ്രന്ഥം 2164 നമ്പറിൽ പറയുന്നു. ഇത്തരം സാഹചര്യം ഏതാണെന്ന് ഒരു ഉദാഹരണ സഹിതം വ്യക്തമാക്കാമോ? യെസ്, സത്യം, അത്യാവശ്യം, ബഹുമാനം, ഇതാണ് 3 കണ്ടീഷൻസ് പറഞ്ഞേക്കുന്നത്. ഒന്നാമതൊരു കാര്യം ചെയ്യുന്നത് സത്യസന്ധതയോടെ ഉദ്ദേശശുദ്ധിയോടെ ആയിരിക്കും. ഒരാളെ കബളിപ്പിക്കാനോ പറ്റിക്കാനോ വേണ്ടിയാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ല, അതാണ് സത്യം. അതുപോലെ അത്യാവശ്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രവൃത്തി ആവശ്യമാണ്, ഇങ്ങനെയൊരു പ്രതിജ്ഞ ആവശ്യമാണ്. 3, ബഹുമാനത്തോടുകൂടി ആയിരിക്കണം അത് ചെയ്യുന്നത്. ഒരു ഉദാഹരണമാണ് സാർ ചോദിച്ചത്. ഉദാഹരണം ചോദിച്ചാൽ ഇപ്പം എന്താ നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നത്? പാർലമെൻറ്റിൽ MP പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ ചെയ്യുമ്പോൾ എന്താണ്? അയാൾ സത്യസന്ധമായിട്ടാണ് പ്രതിജ്ഞ ചെയ്യുന്നത്. ഞാൻ നിയമാനുസൃതമുള്ള ഭാരതത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് എൻ്റെ ദൗത്യങ്ങൾ നിറവേറ്റിക്കൊള്ളാം എന്ന് അയാൾ സത്യസന്ധതയോടെയാണ് ആ പ്രതിജ്ഞ ചെയ്യുന്നത് എങ്കിൽ അയാൾക്ക് ദൈവനാമം ഉപയോഗിക്കാം. ഞാൻ ഭരണഘടനയൊന്നും മാനിക്കാൻ പോകുന്നില്ല, എനിക്ക് തോന്നിയ പോലെ ഞാൻ ചെയ്യും, എനിക്ക് ഇഷ്ടപ്പെട്ടവർക്കെല്ലാം ഞാൻ സൗകര്യം ചെയ്തു കൊടുക്കും, ഞാൻ അഴിമതി കാണിക്കും എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരാൾ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ അത് അന്യായമാണ്. മനസ്സിലായി? അതിനകത്ത് സത്യസന്ധതയില്ല.
ഒന്ന്, അയാൾക്ക് ഈ ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടാകണം. താൻ പറയാൻ പോകുന്ന ചെയ്യാൻ പോകുന്ന പ്രതിജ്ഞ നിറവേറ്റാനുള്ള ആത്മാർത്ഥത ആ വ്യക്തിക്ക് ഉണ്ടാകണം. അതാണ് ഒന്നാമത്തെ കാര്യം. 2, അത് അത്യാവശ്യമാണ്. രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾ പ്രതിജ്ഞ ചെയ്യണം എന്നുള്ളത് നിയമാനുസൃതം ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം. 3, അത് ബഹുമാനം ഉള്ള ഒരു അവസരമായിരിക്കും. പാർലമെൻറ്റിൻ്റെ, രാജ്യത്തെ പരമോന്നതമായ ഒരു സഭയുടെ വേദിയിൽ ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കപ്പെടുമ്പോൾ ദൈവം കൂടുതൽ ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയാണ്. അതിന് പകരമായിട്ട് ദൈവത്തെയോ ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ പേരിലോ എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവം സൃഷ്ടിച്ച മനുഷ്യനെയാണോ ഉദ്ദേശിക്കുന്നത്? യെസ്, അതിലേക്ക് നമുക്ക് വരാം. അതായത് ഈ ബഹുമാനത്തിൻ്റെ അവസരം പറഞ്ഞു അല്ലേ? ബഹുമാനത്തിൻ്റെ അവസരം വരുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇപ്പോൾ കള്ള് ഷാപ്പിലിരുന്ന് കുടിച്ചു പൂസായ ഒരുത്തൻ ദൈവനാമത്തിൽ ഞാൻ പറയുന്നു, കർത്താവാണ് സത്യം എന്ന് പറയുന്നു, അത് ആ സ്ഥലം തന്നെ ദൈവത്തെ അനാദരിക്കുന്ന സ്ഥലമാണ് അല്ലേ? ബഹുമാനം ജനിപ്പിക്കുന്ന സാഹചര്യം, ബഹുമാനം ജനിപ്പിക്കുന്ന അവസരത്തിലായിരിക്കണം ദൈവനാമം ഉച്ചരിക്കേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം. സാധാരണഗതിയിൽ കൂടുതൽ ദൈവനാമങ്ങളും പ്രതിജ്ഞകളും നടക്കുന്നത് ഷാപ്പിലാണ്. അതുകൊണ്ട് ഷാപ്പിലും ബാറിലും ദൈവനാമം ഉച്ചരിച്ചുകൊണ്ട് ആരും ബഹളം വയ്ക്കുന്നത് വാസ്തവത്തിൽ ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യം. അതാണ് മതബോധന ഗ്രന്ഥം പറയുന്ന ഈ സത്യസന്ധത, അനിവാര്യത അല്ലെ അത്യാവശ്യം, അതുപോലെ ബഹുമാനം എന്ന് പറയുന്നത്. ഈ ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കുമ്പോൾ, ഇപ്രകാരം ദൈവനാമം ഉച്ചരിക്കുമ്പോൾ ഈ പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കപ്പെടണം എന്നാണ് അർത്ഥം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ദൈവപ്രമാണങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുകയും ചെയ്ത അഭിവന്ദ്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവിന് ശാലോം TV-യുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്ത പൂപ്പറമ്പ് ഇടവകയിലെ മതാധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.